നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ നല്ലൊരു വീഡിയോ കണ്ടൻറ് ക്രിയേറ്ററാണോ? അല്ലെങ്കിൽ ഒരു നല്ല വോക്കൽ ആർട്ടിസ്റ്റാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് പെട്ടെന്ന് കയറി വരുന്ന ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു മൈക്രോഫോൺ ആണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കയറി വരാറുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് വെർഷനായ ഒഡാസിറ്റിയിൽ AI ഫീച്ചേഴ്സ് അടങ്ങിയ പ്ലഗിൻസ് വരുന്നുണ്ട്. ഈ AI ഫീച്ചേഴ്സ് അടങ്ങിയ പ്ലഗിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. കൂടാതെ തന്നെ 3 വെബ്സൈറ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ വെബ്സൈറ്റുകളിൽ നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത ഓഡിയോ അപ്ലോഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ല രീതിയിൽ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എൻ്റെ പേര് അൽഫാൻ ഷാനവാസ്. എൻ്റെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒഡാസിറ്റി ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നമുക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒഡാസിറ്റി 3.7.1 64 ബിറ്റാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. 64 ബിറ്റ് വിൻഡോസിലെ AI പ്ലഗിൻസ് വർക്കാവത്തുള്ളൂ. 32 ബിറ്റിൽ അത് വർക്കാവത്തില്ല. അപ്പം ഞാൻ അത് കോപ്പി ചെയ്യുന്നു. ഒഡാസിറ്റി 3.7.1 64 ബിറ്റ്. ഒഡാസിറ്റിയുടെ ഒഫീഷ്യൽ പേജിലേക്ക് പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അവിടുന്ന് ഒഡാസിറ്റി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ഒഡാസിറ്റി മാനുവൽ എന്ന് കണ്ട അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഒഡാസിറ്റി ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം എഫക്റ്റിൽ ചെന്നിട്ട് ഗെറ്റ് AI എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒഡാസിറ്റിയുടെ ഒഫീഷ്യൽ പേജിലോട്ട് പോകും. കണ്ട ഡൗൺലോഡ് ഓപ്പൺ വിനോ AI പ്ലഗിൻസ്, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ് കൊടുത്ത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും. 4 GB സൈസുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അതിന് ശേഷം ഒഡാസിറ്റി ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എഡിറ്റിൽ പോയിട്ട് പ്രിഫറൻസ് സെലക്ട് ചെയ്യണം. പ്രിഫറൻസിൽ വന്നിട്ട് മോഡ്യൂൾസ് ഡീഫാൾട്ടായിട്ട് തന്നെ കിടക്കും മോഡ്യൂൾസ് എന്ന് പറഞ്ഞ്. എന്നിട്ട് ജസ്റ്റ് താഴോട്ട് വന്നിട്ട് ആ പ്ലഗിൻ നോക്കുക. മോഡ് ഓപ്പൺ വിനോ എന്ന് പറഞ്ഞ ഒരു ഇത് കാണും. മോഡ് ഓപ്പൺ വിനോ അത് ഡിസേബിൾ ആയിരിക്കും. നിങ്ങളത് എനേബിൾ ആക്കി കൊടുക്കുക. എനേബിൾ. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ റെക്കോർഡ് ചെയ്ത ഓഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ഞാൻ റെക്കോർഡ് ചെയ്തത് ഈ ബോയയുടെ മൈക്രോഫോൺ വെച്ചിട്ടാണ്. ഞാൻ റെക്കോർഡ് ചെയ്ത വോയിസ് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുവാണ്. ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള ഇൻ്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റാണ് യൂട്യൂബ്. ഈ സംവിധാനത്തിലൂടെ ലോകത്തെവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് വീഡിയോ കണ്ടൻറ്റുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നു. 2005 ഫെബ്രുവരിയിൽ പേപാൽ എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റീവ് ചെൻ, ചാഡ് ഹാർലി, ജാവേദ് കരീം എന്നിവരാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. കാലിഫോർണിയയിലെ സാൻ ബ്രൂണോ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച ഈ വെബ് സേവന കമ്പനി അഡോബ് ഫ്ലാഷ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഓഡിയോ ഫയൽ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മേളിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൺട്രോളെ പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം എഫക്റ്റിൽ വരിക. എന്നിട്ട് ഓപ്പൺ വീനോ AI എഫക്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമതൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ? ഓപ്പൺ വിനോ നോയിസ് സപ്രഷൻ. ഓപ്പൺ വിനോ നോയിസ് സപ്രഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ CPU ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡിവൈസ് ഡീറ്റെയിൽസ് അതിൻ്റെ പ്രീസെറ്റ് സെറ്റിങ്സ് കാണാൻ പറ്റും. ഞാൻ ഇത് തന്നെ കൊടുക്കുന്നു, ഡീപ്പ് ഫിൽറ്റർ നെറ്റ് 2 എന്ന് തന്നെ കൊടുക്കുന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കണ്ട, ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള ഇൻ്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റാണ് യൂട്യൂബ്. ഈ സംവിധാനത്തിലൂടെ ലോകത്തെവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് വീഡിയോ കണ്ടൻറ്റുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നു. 2005 ഫെബ്രുവരിയിൽ പേപാൽ എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റീവ് ചെൻ, ചാഡ് ഹാർലി, ജാവേദ് കരീം എന്നിവരാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. കാലിഫോർണിയയിലെ സാൻ ബ്രൂണോ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച ഈ വെബ് സേവന കമ്പനി അഡോബ് ഫ്ലാഷ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിമൂവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്യുന്നു. ഫയൽ വന്നിട്ട് എക്സ്പോർട്ട് ഓഡിയോ കൊടുത്തോ നമുക്ക് ഈ ഫയൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് 3 വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തി തരാം. അതിൽ ആദ്യത്തെ വെബ്സൈറ്റാണ് cleanvoice.ai. അപ്പോൾ അതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫയൽസ് ഇതിൽ അപ്ലോഡ് ചെയ്യുക. ഞാൻ റെക്കോർഡ് ചെയ്ത ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഫയൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും 4 ഓപ്ഷൻസ്. ആദ്യത്തെ ക്ലീൻ ഓഡിയോ, എന്നിട്ട് മ്യൂട്ട് ഫോർ സിങ്ക്, ക്ലീൻ ആൻഡ് സമ്മറൈസ്, ആൻഡ് അവസാനത്തതാണ് ക്ലീൻ ഓഡിയോ ബട്ട് കീപ് മ്യൂസിക്. നമുക്ക് വേണ്ടത് ആദ്യത്തെ ഓപ്ഷനാണ് ക്ലീൻ ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, വോയിസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള ഇൻ്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റാണ് യൂട്യൂബ്. ഈ സംവിധാനത്തിലൂടെ ലോകത്തെവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് വീഡിയോ കണ്ടൻറ്റുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നു. 2005 ഫെബ്രുവരിയിൽ പേപാൽ എന്ന കമ്പനിയിൽ ഇനി നമുക്ക് ഫിൽട്ടർ ചെയ്ത വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കാം. ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള ഇൻ്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റാണ് യൂട്യൂബ്. ഈ സംവിധാനത്തിലൂടെ ലോകത്തെവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് വീഡിയോ കണ്ടൻറ്റുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നു. 2005 ഫെബ്രുവരിയിൽ പേപാൽ എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇനി സൈനപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. കൊടുത്തിട്ട് വേണം നമുക്ക് സൈനപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്ത വെബ്സൈറ്റാണ് അഡോബ് പോഡ്കാസ്റ്റ്. ഞാൻ ടൈപ്പ് ചെയ്യുന്ന അഡോബ് ഓഡിയോ എൻഹാൻസർ എന്ന് ടൈപ്പ് ചെയ്താൽ അഡോബ് പോഡ്കാസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോകുന്നത്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ആ ഓഡിയോ ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഡ്രോപ്പ് ഫയൽസ് ടു എൻഹാൻസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് ഓഡിയോ ഫയൽ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾ ആദ്യം സൈനപ്പ് ചെയ്യണം. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. യുവർ ഓഡിയോ ഈസ് റെഡി. കേട്ട് നോക്കാം. ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള ഇൻ്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റാണ് യൂട്യൂബ്. ഈ സംവിധാനത്തിലൂടെ ലോകത്തെവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് വീഡിയോ കണ്ടൻറ്റുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നു. 2005 ഫെബ്രുവരിയിൽ പേപാൽ എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റീവ് ചെൻ,
ചാഡ് ഹാർലി, ജാവേദ് കരീം എന്നിവരാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. കാലിഫോർണിയയിലെ സാൻ ബ്രൂണോ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച ഈ വെബ് സേവന കമ്പനി അഡോബ് ഫ്ലാഷ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നല്ല ക്വാളിറ്റി തന്നെ കിട്ടി. നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി അടുത്ത വെബ്സൈറ്റാണ് media.io. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം സൈനപ്പ് ചെയ്യുക. പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് വോക്കൽ റിമൂവർ, നോയ്സ് റെഡ്യൂസർ എന്നൊക്കെ കാണാൻ പറ്റും. പ്രോഡക്ട്സിൽ തന്നെ എടുക്കുക, ക്ലിക്ക് ചെയ്യുക. പ്രോഡക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നോയ്സ് റെഡ്യൂസർ എടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ഫ്രീ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സ്റ്റാർട്ട് ഫോർ ഫ്രീ ഓൺലൈൻ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യുക. സ്പീച്ച് എൻഹാൻസ്മെൻറ്റ്, ഡിനോയ്സ്, വിൻഡ് നോയ്സ്, റിവർബ് നോയ്സ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സ്പീച്ച് എൻഹാൻസ്മെൻറ്റ്. എന്നിട്ട് സെപ്പറേറ്റ് നൗ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ആയിട്ടുണ്ട്. ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള ഇൻ്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റാണ് യൂട്യൂബ്. ഈ സംവിധാനത്തിലൂടെ ലോകത്തെവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് വീഡിയോ കണ്ടൻറ്റുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നു. 2005 ഫെബ്രുവരിയിൽ പേപാൽ എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റീവ് ചെൻ, ചാഡ് ഹാർലി, ജാവേദ് കരീം എന്നിവരാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. കാലിഫോർണിയയിലെ സാൻ ബ്രൂണോ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച ഈ വെബ് സേവന കമ്പനി അഡോബ് ഫ്ലാഷ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഗൂഗിൾ ഉടമസ്ഥതയിലുള്ള ഇൻ്റർനെറ്റ് വീഡിയോ ഷെയറിംഗ് വെബ്സൈറ്റാണ് യൂട്യൂബ്. ഈ സംവിധാനത്തിലൂടെ ലോകത്തെവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് വീഡിയോ കണ്ടൻറ്റുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നു. 2005 ഫെബ്രുവരിയിൽ പേപാൽ എന്ന കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സ്റ്റീവ് ചെൻ, ചാഡ് ഹാർലി, ജാവേദ് കരീം എന്നിവരാണ് യൂട്യൂബ് സ്ഥാപിച്ചത്. കാലിഫോർണിയയിലെ സാൻ ബ്രൂണോ ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ച ഈ വെബ് സേവന കമ്പനി അഡോബ് ഫ്ലാഷ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. താഴെ ഒരു ഓപ്ഷൻ കാണാം, ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.